നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. FPO അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിവിധ വിഭാഗങ്ങളിലായി ഇത്തവണ മാറ്റുരയ്ക്കുന്നത് ആകെ 73 വള്ളങ്ങൾ. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം 19 വള്ളങ്ങളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമെന്നും മണ്ണിനെ സംരക്ഷിക്കാതെ മനുഷ്യനെ സംരക്ഷിക്കാനാകില്ല എന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തലയിൽ മണ്ണാരോഗ്യ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CBC വാരിയർ അനുസ്മരണവും പുരസ്കാര വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ 50ാമത് വാർഷിക സമ്മേളനം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ FPO അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. നാട്ടിലെ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തനത് കേരള ബ്രാൻഡിന് കീഴിൽ വിപണനം ചെയ്ത് ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തുകയാണ് ലക്ഷ്യമെന്നും FPO അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. കിട്ടില്ല, അവരെ കിട്ടിയ നിലം ഒരിക്കൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്ന തരത്തിൽ നിന്നിരുന്നില്ല. അത് മാറി, യന്ത്രങ്ങൾ വന്നു. അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ട്. പക്ഷേ ആ അസ്വസ്ഥതകൾ പുരോഗതിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന കാര്യമാണ്. അപ്പം അത് വന്നു. പിന്നെ ഞാൻ പറഞ്ഞ കൊയ്ത്തിന്റെ പ്രശ്നത, അപ്പം കൊയ്ത്തിന് ആളിനെ വന്നേക്കുള്ളൂ, കൊയ്ത്തിന് ആരൊക്കെ ഇറങ്ങുമെന്നുള്ളതായി എണ്ണമൊക്കെ വന്നു. അതെല്ലാം മാറി, പുതിയ രീതിയെല്ലാം വന്നു. ഇത് മാത്രമല്ല നമ്മുടെ മുമ്പിലുണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങൾ. ഇതിനനുസരിച്ചുള്ള വീണ്ടും പുതിയ മാറ്റങ്ങളിലേക്ക് കാർഷിക മേഖല വരേണ്ടതായി വരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എണ്ണം കുറയുന്നു. കൃഷിയേക്കാൾ കൂടുതൽ വലിയ വരുമാനം കിട്ടുന്ന ഇടങ്ങൾ ഉണ്ടാവുന്നു. നിശ്ചിതമായ വരുമാനം കൃത്യമായ എന്നവണ്ണം കിട്ടുന്ന സംവിധാനങ്ങൾ രൂപപ്പെട്ടു വന്നു. ഇത് വന്നപ്പോഴേക്കും കൃഷിയിലേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല, വേറെ വരുമാനം ഉണ്ടാവും എന്ന തരത്തിലേക്ക് എത്തി. അപ്പൊ സ്ഥിരമായി ലഭിക്കുന്ന ഒരു കൃഷി സ്ഥിരമായി ഇത്ര രൂപ കിട്ടും എന്നങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റുന്നതല്ല. പക്ഷെ ഒരു സർക്കാർ ജോലി കിട്ടിയാൽ അത്രയും കൃത്യമായി വരുമാനമുണ്ട്, ശമ്പള സ്കെയിൽ ഉണ്ട്. ഉൽപ്പന്നങ്ങളുടെ ആധികാരികതയും ഗുണനിലവാരവും ജോലിസ്ഥലത്തെ ധാർമ്മികതയും ഉറപ്പാക്കും. ഇതിനു മുന്നോടിയായി സംസ്ഥാനത്തെ വിവിധ കൃഷിഭവനുകളിന്റെ കീഴിൽ ഇതുവരെ 1000-ലധികം കൃഷിക്കൂട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിന്നും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കേരളം ബ്രാൻഡിന് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. കയറ്റുമതി പ്രോത്സാഹനം, വിപണി വിപുലപ്പെടുത്തൽ, ഉയർന്ന നിലവാരമുള്ള സർട്ടിഫിക്കേഷൻ, മാർക്കറ്റിംഗ് സുഗമമാക്കൽ എന്നിവയ്ക്ക് പുറമെ ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ ശ്രേണിയും വിപണിയിൽ തന്ത്രപരമായി സ്ഥാപിക്കാൻ ബ്രാൻഡിങ്ങിന് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ചുങ്കം സ്റ്റേറ്റ് കോയർ മെഷീനറി മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ ജിനു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ S. അനിൽകുമാർ, നബാർഡ് ജില്ലാ വികസന മാനേജർ TK പ്രേംകുമാർ, ആത്മ പ്രോജക്ട് ഡയറക്ടർ അനിത ജെയിംസ്, ആഗ്രി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ B. സ്മിത, MM റെജിമോൾ, ADA മാർക്കറ്റിംഗ് സിന്ധു, ADM അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയത്തിൽ ശില്പശാലയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ലൈസൻസ് വിതരണം, പുതിയതായി രൂപീകരിച്ച FPOകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും ചടങ്ങിൽ നിർവഹിച്ചു. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിവിധ വിഭാഗങ്ങളിലായി ഇത്തവണ മാറ്റുരയ്ക്കുന്നത് ആകെ 73 വള്ളങ്ങൾ. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം 19 വള്ളങ്ങളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 73 വള്ളങ്ങളാണ് ഇത്തവണ. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ആകെ 19 വള്ളങ്ങളുമുണ്ട്. ചുരുളൻ 3, ഇരുട്ടുകുത്തി A4, ഇരുട്ടുകുത്തി B16, ഇരുട്ടുകുത്തി C14, വെപ്പ് 7, വെപ്പ് B4, തെക്കനോടിത്തറ 3, തെക്കനോടി കെട്ട് 3 എന്നിങ്ങനെയാണ് മറ്റ് വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം.
നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കഴിഞ്ഞ വർഷം 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 72 വള്ളങ്ങളാണ് മാറ്റുരച്ചത്. ന്യൂസ് ആലപ്പുഴ. മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമെന്നും മണ്ണിനെ സംരക്ഷിക്കാതെ മനുഷ്യരെ സംരക്ഷിക്കാനാകില്ല എന്ന് കൃഷിവകുപ്പ് മന്ത്രി വി പ്രസാദ് പറഞ്ഞു. ചേർത്തലയിൽ മണ്ണ് ആരോഗ്യ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമെന്നും മണ്ണ് സംരക്ഷിക്കാതെ മനുഷ്യരെ സംരക്ഷിക്കാനാകില്ല എന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. വിഷൻ ചേർത്തല 2026 പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നിയോജക മണ്ഡലത്തിൽ മണ്ണാരോഗ്യ കാർഡുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണിന്റെ ആരോഗ്യം മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മണ്ണിനുള്ള ഗുണം മാത്രമേ മനുഷ്യന്റെ ഉള്ളിലും ഗുണമായി വരികയുള്ളൂവെന്നും ഇത് മനുഷ്യൻ തിരിച്ചറിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുത്തറ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ, വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റാണി ജോർജ്, S ഷിജി, കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ, വാർഡ് അംഗം മേരിക്കുന്ന് ജോസഫ്, മണ്ണ് പര്യവേഷണ അഡീഷണൽ ഡയറക്ടർ PD രേണു, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CBC വാരിയർ അനുസ്മരണവും പുരസ്കാര വിതരണ ചടങ്ങിൽ സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ചിസ്ലാം ഉദ്ഘാടനം ചെയ്തു. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CBC വാരിയർ അനുസ്മരണവും പുരസ്കാര വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ചിസ്ലാം ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രാവശ്യം വാര്യസാറിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം ഒരു പൊളിറ്റിക്കലായ അറിവിന്റെ ബാലപാഠങ്ങൾ ഞങ്ങൾ കേട്ടതിൽ ഒരു ഉദാഹരണപ്പെട്ടാണ് CBC പറയുന്നത്. അത് ഈ ജില്ലയിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട പാർട്ടി നേതൃത്വത്തിലൂടെയാണ് ഈ പറഞ്ഞതുകൂടെ അദ്ദേഹത്തിന് ശിഷ്യനായി തന്നെ മന്ത്രി സംഘടനകളും CFO സംഘടനകളും എല്ലാം കടന്നു പോകുന്നവരാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം CBC എന്ന പാർലമെന്റിനെ കുറിച്ചിട്ട് പല MLA സംസാരിക്കാറുണ്ട്. പഴയകാല നിയമസഭ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് D സജിമോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി S മുരളീകൃഷ്ണപിള്ള, ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ഷീജ, സംസ്ഥാന കമ്മിറ്റി അംഗം S രാജീവ്, ജില്ലാ വൈസ് പ്രസിഡന്റ് S കലേഷ്, ജില്ലാ ട്രഷറർ രശ്മി S ബാലൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ദിവ്യ S മണി, സജീഷ് സോളമൻ, ലാലു മലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S ഉല്ലാസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് ഉദ്യോഗകയറ്റം ലഭിച്ചവർക്കുള്ള യാത്രയപ്പും ചടങ്ങിൽ നൽകി. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ 50ാമത് വാർഷിക സമ്മേളനം അമ്പലപ്പുഴ MLA ചിസ്ലാം ഉദ്ഘാടനം ചെയ്തു. കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ 50ാമത് വാർഷിക സമ്മേളനം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജാതിയിൽ പിന്നോട്ട് പോയ സമൂഹത്തെ ചവിട്ടിപ്പറ്റുന്ന പോലെയാണ് ഈ സമൂഹത്തിൽ ജീവിതം. അങ്ങനെയാണ് പഠനങ്ങൾ പഠനത്തിനൊക്കെ നാം ഉയർന്നു വന്നതാണ്. അതാ പോയ കാലത്ത് കേരളത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും, ഇന്ത്യയുടെ ചിത്രമായി നമ്മൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അതിനോടെല്ലാം കേരളത്തിന്റെ നമ്മളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചു പോകുന്ന കേരളത്തിന്റെ സാമൂഹിക ചരിത്രമാണ്. ആ ചരിത്രം നമ്മളിത് നോക്കിക്കണം എന്ന് നമ്മൾ തലമുറയോട് പറയുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ, കുറെ കാലം കഴിഞ്ഞാൽ ഈ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഈ കാലത്തിന് വ്യത്യാസം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആലപ്പുഴ ജവഹർ ബാലഭവൻ ഹാളിലെ ഗാന്ധി കൃഷ്ണനഗറിൽ ചേർന്ന സമ്മേളനത്തിൽ കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് അനിൽ തിരുവമ്പാടി അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ജയപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി G രാജൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മുൻ ഡയറക്ടർ R ജയകുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജിത ഗണേശൻ, ബോർഡ് മെമ്പർമാരായ G അശോകൻ, K സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. KSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബിജു കൃഷ്ണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. FPO അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിവിധ വിഭാഗങ്ങളിലായി ഇത്തവണ മാറ്റുരയ്ക്കുന്നത് ആകെ 73 വള്ളങ്ങൾ. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം 19 വള്ളങ്ങളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമെന്നും മണ്ണിനെ സംരക്ഷിക്കാതെ മനുഷ്യനെ സംരക്ഷിക്കാനാകില്ല എന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തലയിൽ മണ്ണാരോഗ്യ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CBC വാരിയർ അനുസ്മരണവും പുരസ്കാര വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ 50ാമത് വാർഷിക സമ്മേളനം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.